ഇന്ന് ഒരു ഹെൽത്ത് അവെയർനെസ് വീഡിയോ ആണ്. ഇന്ന് മിക്ക ആളുകളെയും അലട്ടുന്ന ഒരു പ്രധാന രോഗമാണ് ഫാറ്റി ലിവർ. ഇത് തന്നെ 2 തരമുണ്ട്. ആൽക്കഹോളിൻ്റെ അമിത ഉപയോഗം മൂലം ഫാറ്റി ലിവർ ഓരോ ഘട്ടവും കടന്ന് സിറോസിസ് എന്ന അവസ്ഥയിലേക്ക് എത്താം. എന്നാൽ സിറോസിസിലേക്കാകുന്നതിന് മുമ്പ് തന്നെ മദ്യപാനം പാടെ നിർത്തി ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന ചികിത്സാ രീതികളിലൂടെ സുഖപ്പെടുത്താൻ പറ്റും. അതുപോലെ തന്നെ നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഉണ്ട്. ഡയബറ്റീസ്, കൊളസ്ട്രോൾ എന്നിവ കൊണ്ടും ആരോഗ്യകരമല്ലാത്ത ഭക്ഷണ രീതിയും വ്യായാമമില്ലായ്മയും ഇതിന് ഒരു പ്രധാന കാരണമാണ്. കരൾ സ്വയം സുഖപ്പെടുന്ന ഒരവയവമായതുകൊണ്ട് ആദ്യഘട്ടത്തിലൊക്കെ നമുക്ക് പൂർണ്ണമായും ഫാറ്റി ലിവർ മാറ്റിയെടുക്കാൻ പറ്റും. ശരീരഭാരം കുറയ്ക്കുക എന്നതാണ് പ്രധാന കാര്യം. അതിനായി നന്നായി എക്സർസൈസ് ചെയ്യുക എന്നതാണ് വേണ്ടത്. അതുപോലെ തന്നെ ജിമ്മിലൊക്കെ പോയി വെയിറ്റ് കുറയ്ക്കുന്നത് എല്ലാവർക്കും പ്രായോഗികമല്ല. അതുകൊണ്ട് ദിവസവും അരമണിക്കൂറെങ്കിലും നടക്കുന്നത് നല്ല ഒരു വ്യായാമമാണ്. അതുപോലെ തന്നെ ഭക്ഷണ നിയന്ത്രണവും പ്രധാനമാണ്. ഫൈബർ കൂടുതലുള്ള ഇലക്കറികൾ, പച്ചക്കറികൾ, പപ്പായ, ആപ്പിൾ മുതലായവയൊക്കെ ഉപയോഗിക്കാം. നല്ല കൊഴുപ്പുള്ള മീൻ, മത്തി, അയില തുടങ്ങിയവ, നട്ട്സ് ഇവയൊക്കെ നല്ലതാണ്. അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് കുറച്ച് അരിക്ക് പകരം മില്ലറ്റ്സ്, ചെറുപയർ മുളപ്പിച്ചത്, കടല മുതലായവയൊക്കെ നമുക്ക് കഴിക്കാം. പിന്നെ ഒരു നേരമെങ്കിലും റോ വെജിറ്റബിൾസ് കഴിക്കുന്നത് ശീലമാക്കുക. പച്ചക്കറികളൊക്കെ ഇട്ട് നല്ല സാലഡ്സ്, പലതരത്തിലുള്ള സാലഡ്സ് നമുക്ക് ഉണ്ടാക്കി കഴിക്കാൻ പറ്റും. വെജിറ്റബിൾസ് എല്ലാം ഇട്ടുള്ള സാലഡ്, അതേപോലെ തന്നെ ചെറുപയർ മുളപ്പിച്ചത്, കടല ഇങ്ങനെയുള്ളതൊക്കെ നമുക്ക് സാലഡ്സാക്കി ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ക്യാരറ്റ് ഇതെല്ലാം നമുക്ക് സാലഡ്സാക്കി എടുക്കാം. അതേപോലെ കുക്കുംബർ, കോവയ്ക്ക പച്ചയ്ക്ക് കഴിക്കുന്നത് ഇതൊക്കെ നല്ലതാണ്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, നമ്മൾ നടക്കാൻ പോകുമ്പം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ റോഡിലുള്ള ചെറിയ കുഴികളിലൊന്നും തട്ടി വീഴാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം.